നമസ്കാരം. ഫ്രീ പാലസ്തൈൻ എന്ന് പറയുന്ന മുദ്രാവാക്യം വളരെ പ്രസിദ്ധമായിരിക്കുന്ന മുദ്രാവാക്യമാണ്. കാരണം സമകാലീന ലോകത്ത് വളരെയധികം കോളിളക്കം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മുദ്രാവാക്യമാണ് ഫ്രീ പാലസ്തൈൻ എന്ന് പറയുന്നത്. ഈ ഫ്രീ പാലസ്തൈൻ എന്ന് പറയുന്ന മുദ്രാവാക്യം ഈ കഴിഞ്ഞിടയ്ക്ക് വാഷിങ്ടൺ DC-യിലും മുഴങ്ങിക്കേൾക്കുകയുണ്ടായി. അത് മുഴക്കിയത് ഒരു വലിയ ജനാവലിയൊന്നുമല്ല, പകരം ഏലിയാസ് റോഡ്രിഗസ് എന്ന് പറയുന്ന ചിക്കാഗോക്കാരനായിരിക്കുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹം ഒരു കില്ലറാണ്. ഇസ്രായേൽ എംബസിയിലെ 2 ഉദ്യോഗസ്ഥരെ വെടിവെച്ചു കൊന്നു. ഈ 2 ഉദ്യോഗസ്ഥര് അവിടുത്തെ ദ ക്യാപിറ്റൽ ജൂയിഷ് മ്യൂസിയത്തിലെ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുവാനായിട്ട് വന്നതാണ്. ആ പ്രോഗ്രാം ഈ മ്യൂസിയത്തിൻ്റെ അകത്ത് നടക്കുന്നു. അവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങിയ ഇവരുടെ നേരെ ഈ റോഡ്രിഗസ് വെടിവെക്കുകയായിരുന്നു. ഐ വിറ്റ്നസ് ആയിട്ടുള്ള ആൾക്കാർ അതിനെ സംബന്ധിച്ച് പറയുന്നത് വളരെ ഭയാനകമായിരുന്നു ആ സംഭവം എന്നാണ് പറയുന്നത്. ഈ മരിച്ച 2 പേരെന്ന് പറയുന്നത് യോറോൻ ലിഷൻസ്കി, അദ്ദേഹത്തിന് 30 വയസ്സ്, അതുപോലെ തന്നെ സാറ മിൽഗ്രിം എന്ന് പറയുന്ന 26 വയസ്സുള്ള യുവതി. ഇവർ 2 പേരും പ്രണയത്തിലായിരുന്നു. ഇവർ വിവാഹം കഴിക്കാനായിട്ട് ഉദ്ദേശിച്ചിരുന്നു. ഇവരുടെ വിവാഹ നിശ്ചയം ജെറുസലേമിൽ വെച്ച് നടത്തുവാനായിട്ടാണ് അവർ അങ്ങനെ ആഗ്രഹിച്ചിരുന്നത്. എന്നാൽ ഈ സമയം ഇവർ ഈ മ്യൂസിയത്തിൻ്റെ വാതിക്കൽ വെച്ച് ഇങ്ങനെ വെടിയേറ്റ് കൊല്ലപ്പെടുകയാണ് ഉണ്ടായത്. ഇത് വളരെ ദാരുണമായിരിക്കുന്ന ഒരു സംഭവമായിരുന്നു. ഈ കൊലപാതകത്തിൻ്റെ മോട്ടീവ് എന്താണെന്നുള്ളതാണ് പലരും ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. കാരണം ഈ മനുഷ്യൻ ഈ കൊലപാതകം നടത്തിയ ശേഷം ഈ കൊലയാളിയെ അറസ്റ്റ് ചെയ്യാനായിട്ട് വന്ന ഉദ്യോഗസ്ഥരോട് അയാൾ പറഞ്ഞ കാര്യം ഫ്രീ പാലസ്തൈൻ, ഐ ഡിഡ് ദിസ് ഫോർ ഗാസ, ഐ ഡിഡ് ദിസ് ഫോർ പാലസ്തൈൻ എന്നാണ് അയാൾ പറഞ്ഞത്. ഈ കൊലയാളി അറസ്റ്റ് ചെയ്യപ്പെട്ടുവെങ്കിലും ഇത് എന്തിൻ്റെ പേരിലാണ് ഈ കൊലയാളി ഇത് ചെയ്തത് എന്നുള്ളതാണ് പിന്നീട് അവിടെ അവശേഷിക്കുന്നതായിരിക്കുന്ന ചോദ്യം. അപ്പോൾ ഇത് ബെഞ്ചമിൻ നെതന്യാഹുവും അല്ലെങ്കിൽ ഇസ്രായേലും പറഞ്ഞു കഴിഞ്ഞു ഇതൊരു ടെററിസ്റ്റ് അറ്റാക്കാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞു. മാത്രമല്ല ഇത് ആൻറ്റി സെമിറ്റിസത്തിൻ്റെ ഭാഗമാണ് എന്നുകൂടി പറഞ്ഞു കഴിഞ്ഞു. ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ ഫ്രീ പാലസ്തൈൻ എന്ന് പറയുന്ന ഈ മുദ്രാവാക്യം ഒക്ടോബർ 7 ഞങ്ങൾ കേട്ടു എന്നാണ് പറഞ്ഞു. അത് മറ്റൊന്നുമല്ല, ഒക്ടോബർ 7 1200 പേരെ ഹമാസ് ഭീകരവാദികൾ വെടിവെച്ചും അതുപോലെ തന്നെ റേപ്പ് ചെയ്തും ചുട്ടരിച്ചും കൊന്നു കളഞ്ഞപ്പോൾ അന്ന് അവിടെ അവരുടെ കാതുകളിൽ മുഴങ്ങിക്കേട്ടതായിരിക്കുന്ന ഒരു മുദ്രാവാക്യമാണ് ഫ്രീ പാലസ്തൈൻ എന്ന് പറയുന്ന മുദ്രാവാക്യം. ആ മുദ്രാവാക്യം ഞങ്ങൾ ഇന്ന് കേൾക്കുന്നത് ഇതിനോടുള്ള ബന്ധത്തിലാണ്. ഈ ഏലിയാസ് റോഡ്രിഗസ് എന്ന് പറയുന്ന ഈ കൊലയാളി ഇവരെ കൊന്നതിന് ശേഷവും പറഞ്ഞ കാര്യം ഫ്രീ പാലസ്തൈൻ എന്നുള്ളതാണ്. ഇതിനെ സംബന്ധിച്ച് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ പിന്നിൽ മറ്റേതെങ്കിലും തീവ്രവാദ സംഘടനകളുണ്ടോ? സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു കൊലപാതകം ചെയ്തു കഴിഞ്ഞാൽ അത് ടെററിസ്റ്റ് അറ്റാക്ക് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ അതിന് നേതൃത്വം കൊടുത്തായിരിക്കുന്ന സംഘടന ഉണ്ടാവും, ഭീകരവാദ സംഘടന ഉണ്ടാവും. അവരതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയാണ് പതിവ്. ഇതുവരെയും ആരും ഇതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് മുന്നോട്ട് വന്നിട്ടില്ല. അതിനെന്താണ് കാര്യമെന്ന് അറിയാൻ പാടില്ല. കാരണം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഭീകരവാദ സംഘടനയുടെ തലവൻ പിന്നീട് ജീവനോടെ ഉണ്ടാകുകയില്ല എന്നുള്ള ഭയം കൊണ്ടാണോ, അതോ ഇത് ലോകം ഇങ്ങനെ തന്നെ അറിഞ്ഞാൽ മതി എന്നുള്ള നിർബന്ധം കൊണ്ടാണോ എന്നൊന്നും അറിയില്ല. ഇതെന്തിൻ്റെ പിന്നെ ഇതിൻ്റെ മോട്ടീവ് എന്താണ്? ഈ ഏലിയാസ് റോഡ്രിഗസിന് ചിക്കാഗോക്കാരനാണ്. ഇദ്ദേഹത്തിന് ഈ പറയുന്ന ജൂവിഷ് ആയിട്ടുള്ള ആൾക്കാരോട് ഇത്രയും വിരോധം വന്നിട്ട് അവരെ കൊല്ലാനായിട്ടുള്ള കാര്യം ഈ കൊലയാളിയുടെ അയൽപക്കത്ത് താമസിച്ചിരുന്നവരൊക്കെ പറയുന്നത് ഇദ്ദേഹം വളരെ ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കുന്ന ഒരു മനുഷ്യനാണ്, അത് ഒരു പൊളിറ്റിക്കൽ ആക്ടിവിസ്റ്റാണ്. അതല്ലാതെ മറ്റ് ഡ്രഗ് യൂസ് ചെയ്യുന്നതായിട്ടോ അല്ലെങ്കിൽ മറ്റ് കേസുകളൊന്നും ഇദ്ദേഹവുമായി ബന്ധപ്പെട്ടിട്ട് ഇല്ല എന്ന് കാണാൻ കഴിയും. ഗാസയിൽ നടക്കുന്ന യുദ്ധത്തോടുള്ള പ്രതിഷേധം എന്നോണം 2 പേരെ കൊല്ലുവാനായിട്ട് ഇദ്ദേഹം തുനിയുമോ എന്നുള്ളതാണ്. സാധാരണഗതിയിൽ ഒരു മനുഷ്യൻ തൻ്റെ ജീവൻ അല്ലെങ്കിൽ താൻ ഇങ്ങനെ പിടിക്കപ്പെട്ടു കഴിഞ്ഞാൽ, കൊലപാതകത്തിന് ശേഷം പിടിക്കപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ജയിലിലാണ് ശിഷ്ടകാലം എന്നുള്ളത് ഉറപ്പാണ് ഏതാണ്ട്. അങ്ങനെ ഇരിക്കുക അത്രയും വലിയൊരു സാഹസത്തിന് മുതിരുമോ എന്നുള്ളതാണ് ചോദ്യം. അതോ ഇതിൻ്റെ പിന്നിൽ ആരെങ്കിലും ഉണ്ടോ? അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തെക്കുറിച്ച് പറഞ്ഞാൽ നമുക്കറിയാം, അവിടെ ഈ തോക്ക് കൊണ്ടുള്ള കൊലപാതകങ്ങൾ വളരെ സുപരിചിതമാണ്. കാരണം മിക്കപ്പോഴും അവിടെ കൊലപാതകങ്ങൾ അങ്ങനെ നടക്കാറുണ്ട്. സ്കൂളിൽ കയറി വെടിവെച്ച് കൊന്നു, അതുപോലെ തന്നെ തെരുവുകളിൽ ഇറങ്ങിയിട്ട് തോക്ക് കൊണ്ട് വെടിവെച്ച് കൊന്നു, മാളിൽ തോക്ക് കൊണ്ട് വെടിവെച്ച് കൊന്നു, ഇങ്ങനെയുള്ള വാർത്തകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ കേൾക്കാറുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അവിടുത്തെ ഒരു പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ അവിടുത്തെ തോക്കിന് ലൈസൻസ് കൊടുക്കുന്നു എന്നുള്ളതാണ്. പ്രായപൂർത്തിയായ ആർക്കും തോക്ക് കയ്യിൽ വെക്കാം. ഇദ്ദേഹത്തെക്കുറിച്ച് ഇലിനോയ്സിൽ നിന്നും ഇദ്ദേഹം 2020 മാർച്ചിൽ പർച്ചേസ് ചെയ്ത ഒരു തോക്കുമായിട്ട് ചിക്കാഗോയിൽ നിന്നും വാഷിങ്ടണിലേക്ക് ഇദ്ദേഹം യാത്ര ചെയ്തു. കാരണം നിയമപരമായിട്ട് ലൈസൻസോടുകൂടി ഉപയോഗിക്കുന്ന തോക്കാണ്. ആ തോക്ക് കൊണ്ടാണ് ഇങ്ങനെയുള്ള ക്രൂരകൃത്യം ഈ കൊലയാളി ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. ഈ കൊലപാതകം നേരിട്ട് കണ്ട പലരും പറയുന്നത് ഈ സാറ മിൽഗ്രിം എന്ന് പറയുന്ന സ്ത്രീക്ക് വെടിയേറ്റു. സ്ത്രീ അങ്ങനെ
ചോര വാർന്ന് അങ്ങനെ ഇഴഞ്ഞു നീങ്ങുന്ന സമയത്ത് പോലും പുറകെ ചെന്നിട്ട് തുരുതുരാ വെടിവെക്കുന്നതായിരിക്കുന്ന കൊലയാളിയെ അവിടെ കാണാനായിട്ട് കഴിഞ്ഞെന്ന് പറയുന്നു. ഒരു ഏലിയാസ് റോഡ്രിഗസ് എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ ആക്ടിവിസ്റ്റിനെ ഇത്രയധികം ശത്രുത ഉണ്ടാകും. ഒരാളെ കൊല്ലാനും വെടിയേറ്റ് അയാളെ പിടഞ്ഞ് ചോര വാർന്ന് ഇഴഞ്ഞു നീങ്ങി രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കുമ്പോൾ പുറകെ ചെന്ന് വെടിവെച്ച് കൊല്ലാൻ തക്കവണ്ണമുള്ള പക, ഇത്രയധികം ശക്തമായിരിക്കുന്ന പക ഈ ഏലിയാസ് റോഡ്രിഗസ് എന്ന് പറയുന്ന ഈ വ്യക്തിക്ക് എവിടെ നിന്ന് വന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ അന്വേഷണം കൂടുതൽ മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ ഇതിൻ്റെ പിന്നിൽ എന്താണെന്നുള്ളത് മനസ്സിലാകുകയുള്ളൂ എന്ന് പറയുന്നത്. ലോകത്ത് ഇസ്രയേൽ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ജൂതന്മാർ പാർക്കുന്ന ഇടമാണ് അമേരിക്ക എന്ന് പറയുന്നത്. ഏതാണ്ട് 60 ലക്ഷത്തിന് മേലെ ജൂതന്മാർ അവിടെ പാർക്കുന്നു എന്നാണ് പറയുന്നത്. അതിലെ മതം മാറിയവരായിട്ടുള്ള ജൂതന്മാരുണ്ട്, അതായത് ക്രിസ്ത്യാനിറ്റിയിലേക്ക് കൺവേർട്ടായ ജൂതന്മാരുണ്ട്, മതമില്ലാത്ത ജൂതന്മാരുണ്ട്, തീർത്തും മതമുള്ള ജൂതന്മാരുണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ള പലതരത്തിലുള്ള ജൂതന്മാരെ പാർക്കുന്നുണ്ട്. അതിൽ തന്നെയും പലരും ഈ ഇസ്രായേലിലേക്ക് പലായനം ചെയ്യുന്നവരുണ്ട്. അതിൽ ഈ റിലീജിയസ് ആയിട്ടുള്ള ജൂതന്മാരാണ് കൂടുതലും ഇങ്ങോട്ട് വരുന്നത്, ഇസ്രായേലിലേക്ക് വരുന്നത് എന്ന് കാണാൻ കഴിയും. അത് മാത്രമല്ല, മറ്റു ഒട്ടും മതമില്ലാതെ തങ്ങളുടേതായ കാര്യം നോക്കി ജീവിക്കുന്നു എന്നുള്ള തരത്തിൽ ജീവിക്കുന്ന ജൂതന്മാരും ഉണ്ട് എന്നുള്ളത് വാസ്തവമാണ്. എന്നാൽ അവർ പോലും എന്ത് ചെയ്യുന്നു, ഈ ആൻറ്റിസെമിറ്റിസം എന്ന് പറയുന്ന വിഷത്തിന് ഇരയായി തീരുന്നു എന്നാണ് വാസ്തവം. ഇസ്രയേലി എംബസി ജീവനക്കാർ പോലും അമേരിക്ക പോലുള്ള ഒരു രാജ്യത്തിൽ കൊല ചെയ്യപ്പെടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. ആൻറ്റിസെമിറ്റിസം വളരെ ശക്തമായിട്ട് അതിൻ്റെ വിഷം അങ്ങനെ ചീറ്റിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ ഏലിയാസ് റോഡ്രിഗസ് വെടിവെച്ചു 2 ജൂതരെ എന്ന് പറയുന്നത്.